തൽക്ഷണമുള്ള പ്രതികരണങ്ങൾ എന്ന നിലയ്ക്കാണ് നവമാധ്യമങ്ങളിലെ എഴുത്തുകൾ ശ്രദ്ധിക്കപ്പെടാറ്. ആ സമയത്തെ എഴുത്തിന്റെ ചൂടാണ് അതിൽ പ്രധാനം. അതുകൊണ്ട് തന്നെ ആഴമില്ലായ്മ, ആയുസ്സില്ലാത്തവ എന്നിങ്ങനെയുള്ള വിമർശനങ്ങൾ നേരിടാറുമുണ്ട്. ജയദേവികയുടെ ബ്ലോഗ് എഴുത്തുകൾക്ക് പക്ഷേ എഴുത്തിന്റെ ചൂടിനൊപ്പം ആഴവും പ്രസക്തിയും കൂടാറേയുള്ളൂ. ഇത് ഒരിക്കൽ കൂടി അടിവരയിടുകയാണ് പൗരിയുടെ നോട്ടങ്ങൾ എന്ന പുസ്തകം. സാർത്ഥവാഹക സംഘം, സഞ്ചാരി സംഘം എന്നൊക്കെയാണ് കാഫില എന്ന പദത്തിന്റെ അർത്ഥം. കേരളത്തിനകത്തും പുറത്തും ഒരുപാട് വായനക്കാരുള്ള കാഫില എന്ന ബ്ലോഗിൽ ജയദേവിക എഴുതിയ 19 ലേഖനങ്ങളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാഫില ഉണ്ടായതിൻ്റെ ഒരു കാരണം എല്ലാവരും ഓരോരുത്തരും വേറെ വേറെ സ്വന്തം ഒറ്റയ്ക്ക് ഒരു ബ്ലോഗ് ഉണ്ടാക്കി എഴുതുന്നതിനേക്കാളും എന്തുകൊണ്ടും ഫലപ്രദം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് എഴുതുക എന്നുള്ളതായിരുന്നു. കാഫില എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ എങ്ങനെയാണ്? സാർത്ഥവാഹക സംഘം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് മജ്റൂ സുൽത്താൻപുരിയുടെ ഒരു കവിതയാണ് വാസ്തവത്തിൽ ആ പേരിൻ്റെ പുറകിലുള്ള ഒരു ഇൻസ്പിറേഷൻ. ഞാൻ യാത്രയുടെ ആരംഭത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, പക്ഷേ ക്രമേണ പലരും എൻ്റെ ഒപ്പം വന്നുകൂടി എന്ന് പറയുന്ന 2 വരിയാണ് വാസ്തവത്തിൽ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ. സ്ത്രീ ജീവിതം, സ്ത്രീപക്ഷം എന്നൊക്കെയുള്ള ചതുരങ്ങളിൽ ഒതുങ്ങാത്തതാണ് ജയദേവികയുടെ എഴുത്ത്. മെയിൻ സ്ട്രീം മീഡിയയുമായിട്ടുള്ള ഒരു പ്രത്യേക തരം അസ്വാസ്ഥ്യമാണ് ഇതുപോലൊരു ബ്ലോഗ് എഴുതാൻ ഞങ്ങളെയൊക്കെ പ്രേരിപ്പിച്ചത്. എത്ര എന്താ പറയുക, ഉന്നത നിലവാരം പുലർത്തുന്നു എന്ന് നമ്മൾ കരുതുന്ന പ്രസിദ്ധീകരണങ്ങൾക്ക് പോലും ഒരു പ്രത്യേക തരം കച്ചവടക്കണ്ണുണ്ട്. അത് കച്ചവടക്കണ്ണെന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരുടെ ബൗദ്ധിക നിലവാരത്തിനെയാണ് അത് അഡ്രസ്സ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അതിനപ്പുറമോ അതിന് താഴെയോ വരുന്നതൊന്നും, അതിനപ്പുറത്തേക്ക് പോകുന്നതൊന്നും സത്യത്തിൽ പ്രസിദ്ധീകരിക്കാനുള്ള വേദികൾ കേരളത്തിൽ കുറവാണ്. ലവ് ജിഹാദിനെ ചൊല്ലിയുള്ള പുകമറകൾ, സവർണ ഭീകരത, ഭീതിപ്പെടുത്തുന്ന വിധം വളരുന്ന മുസ്ലിം ദളിത് വിരുദ്ധത, വർദ്ധിതമായ സദാചാര പോലീസിംഗ് ഇവയൊക്കെ വിമർശന വിധേയമാകുന്നുണ്ട് ഈ ലേഖനങ്ങളിൽ. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഹ്യൂമറും കടന്നു വരുന്നുണ്ട് ചില ലേഖനങ്ങളിൽ. ഓണത്തെക്കുറിച്ച് ദേവിക എഴുതുന്നത് 3 ആയിട്ടാണ്: വാങ്ങലോണം, മോങ്ങലോണം, മോന്തലോണം. ആദ്യത്തേത് കൺസ്യൂമർ സ്വഭാവമാണെങ്കിൽ രണ്ടാമത്തേതിന് നൊസ്റ്റാൾജിയയാണ്, മൂന്നാമത്തേത് മദ്യപാനവും. ആദ്യത്തെ 2 മൂന്നാമത്തേതാണ് ഓണത്തിന്റെ ബ്രാഹ്മണ്യ മൂല്യങ്ങൾക്ക് പുറത്തു നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ മലയാളിയുടെ സവർണ പൊതുബോധത്തിന് എന്തുമാത്രം ചൊടിക്കുമെന്നത് ഊഹിക്കാവുന്നതാണ്. മാധ്യമങ്ങൾക്ക് ആവശ്യം വേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫാലസിയെക്കുറിച്ചുള്ള ബോധമാണ് എന്ന് ഒരിടത്ത് പറയുന്നുണ്ട് എഴുത്തുകാരി. അതിനെ അവർ ഇങ്ങനെ വിശദീകരിക്കുന്നു: വിസ്കി പ്ലസ് സോഡ ഈക്വൽ ടു പൂസാകൽ, ജിൻ പ്ലസ് സോഡ ഈക്വൽ ടു പൂസാകൽ, വോഡ്ക പ്ലസ് സോഡ ഈക്വൽ ടു പൂസാകൽ, റം പ്ലസ് സോഡ ഈക്വൽ ടു പൂസാകൽ. ഇതിൽ നിന്ന് പൊതുഘടകമായ സോഡയാണ് പൂസാകലിന് കാരണം എന്ന് അനുമാനിച്ചാൽ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫാലസിക്ക് അടിപ്പെട്ടു എന്നർത്ഥം. രസകരവും എക്സൈറ്റിംഗ് ആവാനുള്ള ഒരു കാരണം കമൻസ് എന്ന് പറയുന്ന ഒരു പോളിസിയാണ്. കമൻസ് വരും എന്നുള്ളതുകൊണ്ടാണ്. അപ്പം കമൻസ് വരുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒന്നാമത് പലപ്പോഴും വായനക്കാരുടെ സംശയങ്ങൾക്കൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വായനക്കാർ നമ്മളോട് ഉയർത്തുന്ന ചോദ്യങ്ങളെക്കുറിച്ച് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ഓൺലൈൻ ഓഫ്ലൈൻ കണക്ഷൻ സജീവമായിരിക്കണം എന്ന് കരുതുന്നത് കൊണ്ടാണ് അത് പ്രിന്റിലേക്ക് തന്നെ വരണം, അത് മലയാളത്തിൽ പ്രിന്റിൽ വരണം എന്ന് എനിക്ക് തോന്നിയത്. പൊതുമണ്ഡലത്തിൽ പൊതുജീവിതത്തെക്കുറിച്ച് പറയാനുള്ളതെല്ലാം സ്വതന്ത്രവും നിഷ്പക്ഷവുമായി തുറന്നു പറയുകയാണ് ജയദേവിക എന്ന എഴുത്തുകാരി പൗരിയുടെ നോട്ടങ്ങളിലൂടെ. ഒലിവ് ബുക്സാണ് പുസ്തകത്തിന്റെ പ്രസാധകർ.
ഹാർട്ട് ബീറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച കാണാം.